നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തില് നീലിമയുടെ കയ്യിൽ നിന്ന് എങ്ങനെ പൈസ മേടിച്ചോണ്ടോ പോകത്തുള്ളൂ എന്നുള്ള ഒറ്റ വാശിയിലാണ് ശ്രുതിയും കൂടെ പോലീസ് സ്റ്റേഷൻ ഇരിക്കണം. ആ സമയത്താണ് ശ്രുതിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പരിചയമില്ലാത്ത നമ്പരാ. അങ്ങനെ ശ്രുതി പെട്ടെന്ന് ആ കോൾ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോഴാണ് അറിയണേ അപ്പൊ ശ്രുതിക്ക് കാനഡയ്ക്ക് പോകാനായിട്ട് ഒരു ജോലി കാര്യങ്ങളൊക്കെ ശരിപ്പെടുത്താനായിട്ട് 14 ലക്ഷം രൂപ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരു ഏജൻസി. അപ്പൊ അവിടെ നിന്നാണ് വിളിക്കുന്നത്. അവർ വിളിച്ചിട്ട് ശ്രുതിയോട് പൈസയുടെ കാര്യം ചോദിക്കണം. ഇത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു, സാർ ഇന്ന് ഒരു ദിവസം കൂടെ എനിക്ക് തരണം. ഞാൻ വൈകുന്നേരം ആകുമ്പത്തേനും അല്ലെങ്കിൽ നാളെ ഞാൻ കൊണ്ടുവന്ന് ക്യാഷ് അടച്ചോളാം 14 ലക്ഷം രൂപ. ഈ ജോലി വേറെ ആർക്കും കൊടുക്കരുതെന്നൊക്കെ പറയാണ്. അങ്ങനെ അത് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തിട്ട് ശ്രുതി അകത്തേക്ക് വരുവാണ്. ആ സമയം ശ്രുതി പറഞ്ഞു, ശ്രുതി എങ്ങോട്ടാ പോയെന്ന് ചോദിക്കാം. അതൊക്കെ പിന്നെ പറയാന്ന് പറയാം. ആ സമയം SI പറഞ്ഞു, അതെ പണം നിങ്ങൾ കൊടുത്തേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ കേസ് അങ്ങോട്ട് ഫയൽ ചെയ്യാൻ പോവാന്ന് പറയാം. പക്ഷെ നീലിമ അമ്പനും വലിയ അടുത്തില്ല. നീലിമ കൊടുക്കില്ല എന്ന് ഒരേ ഒരു വാശിയില്ല. ഇയാളുടെ കൂടെ താമസിച്ചാന് ഇയാൾ എനിക്ക് തന്ന പ്രതിഫലമായിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. എനിക്ക് പൈസ കൊടുക്കാൻ പറ്റില്ലെന്ന് പറയാം. ആ സമയത്ത് രേവതി സച്ചിൻ പുറത്ത് നിൽക്കുകയാണ്. അപ്പോഴേക്കുമാണ് സച്ചി നോക്കിയപ്പോ സച്ചിക്ക് അറിയാവുന്നൊരു പോലീസുകാരൻ അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചി പെട്ടെന്ന് ചെന്നിട്ട്, അല്ല സാർ ഈ സ്റ്റേഷനിലായിരുന്നു എന്ന് ചോദിക്കും. അതെ, ഒരു മാസമായുള്ളൂ ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ട് വന്നെന്ന് പറയണം. എന്താ വീണ്ടും വല്ല തല്ലുകേസിലകത്തായെന്ന് ചോദിക്കാം. അങ്ങനൊന്നുമില്ല സാറെന്ന് പറയാം. പിന്നെന്താ കുഴപ്പം? അത് പിന്നെ എന്റെ ഭാര്യയുടെ സ്കൂട്ടി അത് നോ പാർക്കിംഗ് ഏരിയയില് വെച്ചിട്ട് ഇവിടെ പിടിച്ചോണ്ട് വന്ന് പറയണം. അങ്ങനെയാണ് കാര്യം. അപ്പൊ അതൊന്ന് കൊണ്ടുപോകാനായിട്ട് വന്ന സാർ, എങ്ങനെയെങ്കിലും എന്റെ ഭാര്യയുടെ സ്കൂട്ടി ഒന്ന് കിട്ടുവാണ് ഉപകാരമായിരുന്നു പറയണം. അത് കേട്ടുകഴിഞ്ഞപ്പത്തിനും ആ കോൺസ്റ്റബിൾ പറഞ്ഞു, അതെ അങ്ങനെ തന്നുവിടാൻ പറ്റില്ല, ട്രാഫിക് കേസ് ഇവിടെ ഇല്ലല്ലോ എന്ന് പറയണം. സാർ എങ്ങനെയെങ്കിലും ഇൻസ്പെക്ടറോടാണെങ്കിലും പറഞ്ഞു തന്നുവിടാൻ പറയണം. ഒരു കാര്യം ചെയ്യാം, ഞാൻ നോക്കട്ടെ, ഇൻസ്പെക്ടർ അകത്തുണ്ടെന്ന് തോന്നേ, ഞാൻ പറയാന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരനും കൂടെ അകത്തേക്ക് കയറി പോവാണ്. ആ സമയം രേവതി പറഞ്ഞു, ഇനിയിപ്പൊ എന്ത് ചെയ്യും സച്ചേട്ടാന്ന് ചോദിക്കാം. നോക്കാം, എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ നോട്ടെ, നീ ഇങ്ങനെ കിടന്ന് ധൃതിപ്പെടല്ലേ. അത് പിന്നെ ആ ബോക്സ് അകത്ത് നിറച്ച് പൂ ഇരിക്കുമല്ലേ, പൂ കെട്ടി കുറെ ഇരിക്കുന്നുണ്ട്, അതെല്ലാം ചീത്തയായി പോവില്ലേ. അത് മാത്രമല്ല ഓരോരുത്തർക്ക് കൊടുക്കാന്ന് പറഞ്ഞിരിക്കുന്നല്ലേ, അപ്പൊ അവരിത് പ്രതീക്ഷിച്ചിരിക്കും, നമ്മുടെ ബിസിനസ്സെ ബാധിക്കുന്ന കാര്യമില്ലെന്ന് ചോദിക്കും. സച്ചി പറഞ്ഞു, ഇതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു, ഇപ്പോഴാണോ നീ ഇതൊക്കെ ആലോചിക്കണേ? അത് പിന്നെ സച്ചിയേട്ടൻ ഞാൻ ഓർത്തില്ല, നേരത്തെ സൈക്കിളും കൊണ്ട് നേരത്തെ പൂവായിട്ട് പോകുന്ന സമയത്ത് ഞാൻ വീട്ടിൽ വെച്ച ഇങ്ങനെയൊന്നും ആരും എടുത്തുകൊണ്ട് പോയിട്ടില്ല. നോ പാർക്കിംഗ് ഏരിയയിലൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ എങ്കിൽ പോലീസുകാരൊന്നും കൊണ്ടുപോയിട്ടില്ല എന്ന് പറയാം. അത് സൈക്കിള് അതുപോലെ അല്ലല്ലോ ഇതെന്ന് പറയാണ്. നീ നോക്കേണ്ട കടമ നിനക്കുണ്ടായിരുന്നു. എന്നിട്ട് ഇനിയിപ്പം മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞിട്ടോ പോലീസുകാരെ ചീത്ത പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ലെന്ന് പറയണം. രേവതിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഈ സമയം സച്ചി പറഞ്ഞു, സങ്കടപ്പെടാനോ വിഷമിക്കാൻ വേണ്ടിയിട്ടൊന്നും പറഞ്ഞല്ല, ഞാൻ ഉള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞാന്ന് പറയണം. ആ സമയം ആ കോൺസ്റ്റബിൾ അകത്തേക്ക് വന്നു കഴിഞ്ഞപ്പത്തിന് അവിടെ അതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നീലിമയുടെ ശ്രുതിയുടെ പ്രശ്നങ്ങളൊക്കെ. പിന്നീട് ശ്രുതി പറഞ്ഞു, സാറേ ഞങ്ങൾ ഇനി എന്താണെങ്കിലും പിന്നോട്ടില്ല, ഞങ്ങൾക്ക് പണം കിട്ടാതെ ഇവളെ ഞങ്ങൾ കാനഡയ്ക്ക് വിടാൻ പോകുന്നില്ല. സാർ കേസ് എടുക്കണം, കേസ് എടുത്താൽ മാത്രം മതി, ഇവളുടെ കാനഡ പോക്ക് മുടങ്ങട്ടെ എന്ന് പറയാ. ഇത് കേട്ടപ്പോ നീലിമ പറഞ്ഞു, കാനഡയ്ക്ക് പോകാതെ ശരിയാകത്തില്ല, എനിക്ക് ബിസിനസ്സും കാര്യങ്ങളുണ്ട്, അത് മാത്രമല്ല ഇവിടെ ഒരു ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ലോണ് വേണം, അതിനും കൂടെ വേണ്ടി വന്നാന്ന് പറയണം. ഇത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു, ഓഹോ അപ്പൊ നിനക്ക് ഈ കിട്ടിയ പൈസ ഒന്നും പറഞ്ഞിട്ട് വീണ്ടും നീ ലോണിന് അപ്ലൈ ചെയ്തിട്ട് ഉണ്ടല്ലേ, അപ്പൊ ആ പൈസയും കൂടെ മേടിച്ചോണ്ട് പോകാനായിരുന്നു നിന്റെ പുറപ്പാടല്ലേ, നീ ആള് കൊള്ളാലോ എന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോ നീലിമ പറഞ്ഞു, അതെ കൂടുതൽ എന്നെ ഭരിക്കാൻ നീ വരണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു, അവള് പറഞ്ഞാൽ എന്താ കുഴപ്പം, അവൾ എന്റെ ഭാര്യയാണ്, നിന്നെ പോലൊന്നും അല്ല, നീ എന്നെ സ്നേഹിച്ച് വഞ്ചിച്ച് കളഞ്ഞോളാണ് 50 ലക്ഷം കൊണ്ട്, പക്ഷെ ഇവളെനിക്ക് ദേവതയെ പോലെയാണ്, ഇവൾ എന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് എനിക്ക് കുറെ സൗഭാഗ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത് എന്നൊക്കെ ശ്രുതി വെറുതെ അങ്ങ് തള്ളി മറിച്ചു വിടുവാണ്. അതൊക്കെ കേട്ടപ്പോ ശ്രുതി ഇത്തിരി ഗമയ്ക്കൊക്കെ അങ്ങോട്ട് ഇരിക്കുവാണ്. സമയം പോലീസുകാരൻ വക്കീലിനോട് പറഞ്ഞു, ഇത് വക്കീൽ സാറിന് അറിയാലോ, ഇത് ഇവിടെ കൊണ്ട് തീരാൻ പോകുന്നില്ല, ഇവരെന്തായാലും കംപ്ലൈന്റ് എടുക്കാനായിട്ടാ പറയണേ, ഞങ്ങൾക്ക് കംപ്ലൈന്റ് എടുത്തേ മതിയാവുള്ളൂ, കംപ്ലൈന്റ് എടുത്താൽ പിന്നെ പുറത്തു പോകാൻ പറ്റില്ല എന്ന് പറയണം. അവസാനം വക്കീല് പുറത്തു കൊണ്ടുപോയി നീലിമയോട് സംസാരിക്കുന്നുണ്ട്. ഒരു കാര്യം പറയാം, നിനക്ക് പറ്റുന്ന ഒരു കാര്യം പറയട്ടെ, ഇനി ഇപ്പൊ എന്താണെങ്കിലും ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ആ പൈസയും കൊടുക്കുവാണെങ്കിൽ കേസ് തീരും, അല്ലെങ്കിൽ നിങ്ങൾ കാനഡയ്ക്ക് പോക്ക് മുടങ്ങും, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, കേസ് ആയിട്ടുണ്ടെങ്കിൽ കാനഡയ്ക്ക് പോകാൻ പറ്റില്ല, ബിസിനസ്സും കാര്യങ്ങളും നടക്കില്ല, പിന്നെ കേസ് തീരണമെങ്കിൽ ചിലപ്പോൾ വർഷങ്ങൾ വേണ്ടി വരും, അപ്പൊ അതിന്റെ ഇടയ്ക്ക് വല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങൾക്ക് തന്നെ പുറത്ത് പോകാൻ പോലും പറ്റില്ല, നിങ്ങളുടെ വിസയും അതുപോലെ തന്നെ പാസ്പോർട്ടും എല്ലാം ക്യാൻസലായി പോകുന്നു പറയണം. നീര് പറഞ്ഞ്, ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും, ആ പണം കൊടുത്താൽ മതിയാവുള്ളൂ എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം നീലിമ പറഞ്ഞു, അത് പിന്നെ വക്കീൽ സാറേ എനിക്ക് കൂടുതലൊന്നും പറയല്ല, ഇനി നിങ്ങളുടെ ഇഷ്ടം എന്താന്ന് വെച്ചാ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അകത്തേക്ക് കയറി പോരുവാണ്. ആ സമയത്ത് അകത്ത് പോയ കോൺസ്റ്റബിൾ പുറത്തേക്ക് ഇറങ്ങി വന്നു. സച്ചി ഓടിച്ചെന്നിട്ട് ചോദിച്ചു, എന്തായി സാറേ കാര്യങ്ങളൊന്നും ചോദിക്കണം. അതെ
അകത്ത് വേറെ വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. അതൊന്ന് തീരുവാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം. ഞാൻ ഇൻസ്പെക്ടറോട് പറയാം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് സച്ചി എന്ന് പറയണം. പിന്നീട് അയാൾ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ഈ സമയം രേവതി പറഞ്ഞു, ഇനിയിപ്പോ ട്രാഫിക് കേസ് എപ്പോഴാണ് വരുന്നത്? അതൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ കുറച്ച് സമയം ഇവിടെ ചിലപ്പോൾ നിൽക്കേണ്ടതായിട്ട് വരും. നമ്മൾ വന്ന ഉടനെ ഇടപെടിന്ന് അങ്ങോട്ട് പോകാൻ പറ്റുന്ന കാര്യമൊന്നും അല്ലല്ലോ. പോലീസ് സ്റ്റേഷൻ അല്ലേ, അപ്പൊ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഉണ്ട്. കോർട്ടിൽ പോകാതിരുന്നാൽ മതിയായിരുന്നു. കോർട്ടിൽ പോയി ഫീസ് അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് അതിനേക്കാളും വലിയ പൊല്ലാപ്പോ എന്നൊക്കെ പറയാം. അത് കേട്ടിഞ്ഞപ്പോ രേവതിക്ക് ഒന്നുകൂടെ വിഷമമായിപ്പോയി. താൻ കാരണമാണല്ലോ സച്ചേട്ടനും ബുദ്ധിമുട്ടുണ്ടായത് എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരികയാണ്. ആ സമയം അകത്ത് പിന്നെ അവസാനം നീലിമ സമ്മതിച്ചു. നീലിമയ്ക്ക് വേറെ നിവൃത്തിയില്ല എന്ന് വന്ന് കണ്ടപ്പോ നീലിമ പറഞ്ഞു, ശരി എന്തേലും ആട്ടെ, പൈസ കൊടുക്കാം എന്ന് തീരുമാനിക്കുകയാണ്. ആ സമയത്ത് എസ് ഐ പറഞ്ഞു, ഇതെന്തുകൊണ്ട് ഒരു മികച്ച തീരുമാനം തന്നെയാണ്. ഇത് ആദ്യം അങ്ങ് ചെയ്യുമായിരുന്നെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവായിരുന്നോ? നിങ്ങളുടെ സമയം ഞങ്ങളുടെ സമയം വേസ്റ്റ് ആക്കേണ്ട ഇല്ലല്ലോ എന്ന് പറയണം. പിന്നീട് എസ് ഐ എന്ത് ചെയ്യണം, ആ ബുക്ക് എടുത്ത് കൊടുത്തിട്ട് സുധിയോട് പറഞ്ഞു, ഇതെല്ലാം സൈൻ ചെയ്യുക. ഇനി നിങ്ങൾ തമ്മിലൊരു പ്രശ്നമില്ല, പണമിടപാടും കാര്യങ്ങളൊന്നുമില്ല. ഈ പ്രശ്നം ഇതോടുകൂടി ഇവിടെ ഒത്തുതീർപ്പാക്കിയിരിക്കുന്നു. ഒരു സൈൻ ചെയ്താക്കാൻ പറയണം. ശ്രുതി പെട്ടെന്ന് മേടിച്ച് സൈൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ശ്രുതി തടഞ്ഞു. എന്ത് പരിപാടിയാണ് ശ്രുതി കാണിക്കുന്നേ? നിനക്ക് പൈസ കിട്ടിയോന്ന് ചോദിക്കുക. ഇല്ല, പിന്നെ എങ്ങനെ നീ ഇത് സൈൻ ചെയ്യണമെന്ന് ചോദിക്കോ? അത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രുതി പറഞ്ഞു, സാറേ പൈസ കിട്ടിയിട്ടില്ല, പൈസ കിട്ടാൻ ഞങ്ങളിത് സൈൻ ചെയ്യില്ലാന്ന് പറയാം. പെട്ടെന്ന് എസ് ഐ പറഞ്ഞു, അവരുടെ പൈസ കൊടുക്കാൻ പറയണം. ഈ സമയത്ത് നീലിമ നോക്കി. ആ സമയം എസ് ഐ പറഞ്ഞു, അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും കൊടുക്കാൻ പറയണം. അങ്ങനെ സുധിയുടെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും കൊടുക്കുക. നീലിമ അതിനകത്തേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യണം. 50 ലക്ഷം രൂപ. അതെങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന അറിയത്തില്ല, ഏത് വഴിയാന്ന് അറിയത്തില്ല. എന്താണ് പണം ട്രാൻസ്ഫർ ചെയ്ത് 50 ലക്ഷം രൂപ ഇട്ട് കൊടുത്തു. ഒറ്റയടിക്ക് അത്രയ്ക്ക് ഇടാൻ പറ്റുമോന്ന് പോലും അറിയത്തില്ല. എന്താണെന്ന് സുധിയുടെ അക്കൗണ്ടിൽ പണം വന്നു. ശ്രുതിയെ കാണിച്ചു. രണ്ടുപേർക്കും ഭയങ്കര സന്തോഷം. ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല, ഇത്ര പെട്ടെന്ന് ഈ 50 ലക്ഷം കയ്യിൽ കിട്ടുമെന്നും പ്രതീക്ഷിച്ചില്ല. ശ്രുതിക്കും ഭയങ്കര സന്തോഷം. പിന്നീട് എസ് ഐ പറഞ്ഞു, അത്തേക്ക് സൈൻ ചെയ്യാൻ പറയണം. അങ്ങനെ ശ്രുതി സൈൻ ചെയ്തു. പിന്നീട് സാക്ഷിയായിട്ട് ഒരാൾ വേണമല്ലോ, അതിനുവേണ്ടി ശ്രുതിയും സൈൻ ചെയ്യണം. പിന്നീട് എസ് ഐ പറഞ്ഞു, നീലിമയോട് സൈൻ ചെയ്യാൻ പറയണം. നീലിമ സൈൻ ചെയ്ത് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഭാഗത്തുനിന്നൊരു സാക്ഷിയും കൂടെ വേണമെന്ന് പറയണം. അയ്യോ, എനിക്കിവിടെ പരിചയമുള്ള ആരുമില്ല, വക്കീൽ സാറ് സൈൻ ചെയ്യാൻ പറയണം. വക്കീൽ ഒന്ന് സൈൻ ചെയ്തിട്ട് കാര്യമില്ല, വേറെ ആരെങ്കിലും വേണമെന്ന് പറയണം. അതിപ്പോ എനിക്കിവിടെ പരിചയമുള്ള ആരും ഇല്ലല്ലോ എന്ന് പറയണം. അപ്പോഴേക്കാണ് സച്ചിനെ അറിയുന്ന കോൺസ്റ്റബിൾ അതിനകത്തുണ്ടായിരുന്നു. ആ സാർ പറഞ്ഞു, ബാ എന്നും പറഞ്ഞുകൊണ്ട് ആ രജിസ്റ്റർ ബുക്കുമായിട്ട് നീലിമയും കൂടെ പുറത്തേക്ക് അങ്ങോട്ട് പോവാണ്. പിന്നീട് സച്ചിൻ രേവതി ആവപ്പാടെ വിഷമിച്ച് നിൽക്കുകയാണ്. എസ് ഐ വരുന്നേ നോക്കിക്കൊണ്ട്. അപ്പോഴേക്കും കോൺസ്റ്റബിൾ അങ്ങോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. സച്ചി, നീ ഒരു ഉപകാരം ചെയ്യണമെന്ന് പറയണം. അപ്പോഴാണ് സച്ചി നീലിമയെ കാണുന്നത്. മാടോ എന്താ ഇവിടെയെന്ന് ചോദിക്കണം. അതൊക്കെയുണ്ട്, അതൊരു വലിയ പ്രശ്നമാണെന്ന് പറയണം. അതെ, ഈ രജിസ്റ്ററിലൊന്ന് സൈൻ ചെയ്യാമെന്ന് ചോദിക്കാം. എന്തിനാ? അതൊരു കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് തീർപ്പാക്കിയതാ. അപ്പൊ അതിന്റെ പേരിൽ ഒരു സാക്ഷിയായിട്ടൊന്ന് സൈൻ ചെയ്താൽ മതി എന്ന് പറയാം. സച്ചി പറഞ്ഞു, അതെങ്ങനെയാ സാറേ, എനിക്ക് ഈ മാഡം കാറിൽ കയറിയുള്ള പരിചയമുള്ളൂ, പക്ഷെ അതിനേക്കാൾ ഇവര് ഒന്നും അറിയത്തില്ല. സൈൻ ചെയ്താൽ നാളെ എനിക്ക് വലിയ പ്രശ്നമാകുമോ, എന്റെ കഞ്ഞൂടി മുട്ടുവെന്നൊക്കെ സച്ചി ചോദിക്കുക. അങ്ങനെയൊന്നും ഒരു കുഴപ്പമുണ്ടാകാൻ പോകുന്നില്ല, ഞാൻ അല്ലേ പറയണേ, ധൈര്യമായിട്ട് ഈ രജിസ്റ്റർ സൈൻ ചെയ്യാ സച്ചി, എന്നെ വിശ്വാസം ഇല്ലെന്നൊക്കെ ചോദിക്കാം. അതുണ്ട്, അല്ല പെട്ടെന്ന് സൈൻ ചെയ്യണം, സച്ചിക്കാണെങ്കിലും പെട്ടെന്ന് പോകാന്ന് പറയാം. അതെന്താ, ഈ കേസും തീർത്തു കഴിഞ്ഞാൽ പിന്നെ എസ് ഐ പോയി കാണാം. എസ് ഐയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂട്ടി വിട്ട് കിട്ടുമെന്ന് പറയാം. അങ്ങനെയാണോ, എന്നാ ഞാൻ സൈൻ ചെയ്യാന്ന് പറഞ്ഞ് സച്ചി സൈൻ ചെയ്യുവാണ്. പിന്നീട് രജിസ്റ്ററായിട്ട് അയാളും കൂടെ കയറിപ്പോയി. നീലിമ പറഞ്ഞ് താങ്ക്സ് എന്നൊക്കെ പറയാം. നീലിമയും കൂടി എന്നു. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഈ സമയത്ത് നീലിമയ്ക്ക് കട്ടക്കലിപ്പായിരുന്നു. നീലിമ സുധിയോട് പറഞ്ഞു, നിന്നെ കാണിച്ചു തരുന്നുണ്ട്, നിന്നെ ഞങ്ങൾ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയണം. ആ സമയം നീലിമ പറഞ്ഞു, ആ സമയം ശ്രുതി പറഞ്ഞു, നീ ഒന്ന് പോടീന്ന് പറയണം. ശ്രുതി പറഞ്ഞു, ഇത്രയും കാലം എന്റെ ഭർത്താവിനെ നീ ചതിച്ചല്ലേ എന്ന് ചോദിക്കണം. അത് മാത്രമല്ല 50 ലക്ഷം കൂടാതെ കുറച്ച് പൈസയും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു, പോലീസാണോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രം പോരാ, ഞങ്ങൾക്ക് പലിശയും കൂടെ വേണമെന്ന്. ഇത്രയും കാലം പൈസ കൈ വെച്ചോണ്ടിരുന്നല്ലേ, അപ്പൊ അതിന്റെ പൈസയും കൂടെ മേടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത്രയും കൂടെ മേടിച്ചെടുക്കാതെ ശ്രുതി സമ്മതിച്ചില്ല. ശ്രുതി മാക്സിമം നല്ല രീതിയിൽ ബുദ്ധി പ്രയോഗിച്ച കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. ശ്രുതിയാണെങ്കിൽ 50 ലക്ഷം മാത്രമേ മേടിക്കണ്ടായിരുന്നുള്ളൂ. ഇത്ര നാളത്തെ പലിശയും കൂടെ എടുത്തിട്ടാണ് നീലിമേനെ വിടുന്നത്. നീലിമ ദേഷ്യപ്പെട്ടാണ് അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നത്. ആ സമയത്ത് രേവതി സച്ചിങ് നിൽക്കുമ്പോഴത്തേനും ട്രാഫിക് കേസായി വന്നു. അവരതിന്റെ അകത്തേക്ക് ഇപ്പുറത്തെ വേറൊരു മുറിയുണ്ട്, അങ്ങോട്ടേക്ക് കയറി പോവാണ്. അപ്പോഴേക്കുമാണ് ശ്രുതിയൊക്കെ പുറത്തേക്ക് ഇറങ്ങി വന്നത്. അതുകൊണ്ട് അവർ തമ്മിൽ കണ്ടുമുട്ടിയില്ല. അവരങ്ങോട്ട് പോവുകയും ചെയ്തിറങ്ങി. പിന്നീട് ട്രാഫിക് കേസയുടെ മുന്നിൽ ചെന്ന് നിന്നിട്ട് രേവതി പറഞ്ഞു, അതെ സാറേ, എന്റെ സ്കൂട്ടി അത് ഞാൻ നോ പാർക്കിംഗ് ബോർഡ് കണ്ടില്ലായിരുന്നു, അവിടെ അറിയാതെ ഒന്ന് പാർക്ക് ചെയ്ത് പോയെന്നൊക്കെ പറയണം. അപ്പൊ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു ചോദിക്കാം. അറിയായിരുന്നു സാറേ, പക്ഷെ പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ പൂ കൊണ്ട് കൊടുക്കാനായിട്ട് പോയേക്കുമായിരുന്നു. പിന്നീട് കാര്യങ്ങളൊക്കെ പറയണം. ഈ സമയം സച്ചിയോട് കുറച്ചു, അല്ല നിങ്ങൾ എന്താ ചെയ്യുന്നേ? ഫൈൻ അടയ്ക്കാൻ പോകണം നിൽക്കാം. ഫൈൻ അടയ്ക്കാൻ സാറേ, കോർട്ടിൽ കൊണ്ട് അടയ്ക്കാണ്. കോർട്ടിലൊന്നും വേണ്ട, ഇവിടെ വെച്ച് അടച്ചോളാം സാറേ എന്ന് പറയാം. ഞങ്ങൾക്ക് എങ്ങനെയും ഞങ്ങളുടെ സ്കൂട്ടി ഒന്ന് കിട്ടിയാൽ മതി എന്ന് പറയാം. അവസാനം എസ് ഐ പറഞ്ഞൊരു കാര്യം ചെയ്യാം, എന്നാൽ ഇവിടെ ഫൈൻ അടിച്ചിട്ട് പൊയ്ക്കോ, മേലാൽ ഇനി ഇത് ആവർത്തിച്ചേക്കരുതെന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു, ഇനി ഇത് ആവർത്തിക്കത്തില്ല, ഒത്തിരി നന്ദിയുണ്ട് സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
അവർ ഫൈനൊക്കെ അടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ഈ സമയത്ത് രേവതിക്ക് ശരിക്കും ഒരു ശ്വാസം വീണ്. രേവതി വന്നിട്ട് സ്കൂട്ടിയിലേക്ക് തൊട്ട് നോക്കി, ദൈവമേ കുറച്ചുകൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ താൻ എന്ത് ചെയ്തേനോ എന്ന് ചിന്ത വരുവാണ്. എന്നെങ്ങനെ SI വരാൻ താമസിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ താൻ ടെൻഷൻ അടിച്ച് ചത്തേനെന്നൊക്കെ സച്ചിയോട് പറയണം. ഇത് കേട്ടപ്പോ സച്ചിയോട്, പിന്നെ ഒരു സ്കൂട്ടിയുടെ പേരിൽ ഇത്ര ടെൻഷൻ അടിക്കാൻ എന്തായിരിക്കുന്നേ, ഇനി ഇത് ആവർത്തിക്കായിരുന്നാ മതി എന്നൊക്കെ രേവതിയോട് പറയണം. രേവതിയോട്, ഇനി ഞാൻ ആവർത്തിക്കില്ല സച്ചേട്ടാ, ഇനി പാർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം, ശ്രദ്ധിച്ചൊക്കെ ഞാൻ പാർക്ക് ചെയ്യുള്ളൂ എന്ന് പറയണം. ആ സമയം ശ്രുതിയും കൂടെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം ലോട്ടറി അടിച്ച ഭാവമായിരുന്നു അവർക്ക്. ഒരിക്കലും കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ച പണമാണ് ഒറ്റയടിക്ക് കൈ കിട്ടിയിരിക്കുന്നത്. ഒന്നും രണ്ടും അല്ല, 50 ലക്ഷം രൂപയാണ് കിട്ടിയിരിക്കുന്നത്. തങ്ങൾ കാശുകാരായെന്നുള്ള ചിന്ത രണ്ടുപേരുടെ മനസ്സിലേക്ക് വരുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.